എൻ്റെ ആർണവിന് സ്വിമ്മിങ്ങിന് ഇവൻ്റുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്വിമ്മിങ് കോമ്പറ്റീഷനിൽ എൻ്റെ ബേർഡ്സിനെയൊക്കെ ഞാൻ എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നതെന്നും ആ ഒരു ദിവസം എന്തുവാണ് ഞങ്ങൾ ചെയ്യുന്നതെന്നുള്ളതാണ്. ഒന്നുമില്ല, സ്വിമ്മിങ് കോമ്പറ്റീഷനുള്ള ദിവസം അവിടെ പോയി ഇവൻ്റ് നടക്കുന്ന സ്ഥലത്ത് പോയി പോസ്റ്റ് അടിച്ചിരിക്കലാണ് എൻ്റെ പരിപാടി. ഏതായാലും പിള്ളേരുടെയൊക്കെ സ്വിമ്മിങ് എന്നാ പിള്ളേർ ഒന്നും അല്ലെന്ന് അന്നേരമാണ് മനസ്സിലാകുന്നത്. ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻസിൽ ചെല്ലുമ്പോഴാണ് ഇവരൊക്കെ മനസ്സിലാകും നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. അതനുസരിച്ച് മുന്നോട്ടുള്ള ട്രെയിനിങ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. സ്വിമ്മിങ് കോമ്പറ്റീഷൻ ഉള്ളപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്വിമ്മിങ്ങിന് എവിടെയാണോ കോമ്പറ്റീഷൻ അവിടെ വന്നിരിക്കലാണ് എൻ്റെ പരിപാടി. അപ്പം കാറിനകത്തിരുന്നാണ് ഞാൻ ഫീഡ് ചെയ്യുന്നത്. ഗ്ലാസും വെള്ളവും തണുത്ത വെള്ളവും അവരുടെ ഫുഡും പിന്നെ അവർ തുണിയൊക്കെ വിരിച്ചിടും കാർ വൃത്തികേടാകാതിരിക്കാൻ വേണ്ടി. ഇതെൻ്റെ 6 ഹാൻഡ് ഫീഡ് ചെയ്യുന്ന പിള്ളേർ. ഞാൻ തലേദിവസം രാത്രിയിൽ തന്നെ കേജെല്ലാം ക്ലീൻ ചെയ്ത് അവർക്കുള്ള ഫുഡും എല്ലാം വെച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു ഇവൻ്റ് നടക്കുന്ന സ്ഥലം മാർത്തഹള്ളി സൈഡാണ്. അപ്പം ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എടുക്കും ഇവിടെ വരാനായിട്ട്. അന്നേരം രാവിലെ 8 മണിക്കത്തെ കോമ്പറ്റീഷന് നമ്മളൊരു 4:30 ആകുമ്പോൾ എഴുന്നേറ്റ് റെഡി ആയെങ്കിലൊക്കെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തലേദിവസം തന്നെ ഞാൻ കേജൊക്കെ ക്ലീൻ ചെയ്ത് അവർക്കുള്ള ഫുഡും വെള്ളമൊക്കെ ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു ടെൻഷനില്ല. പിന്നെ രാവിലെ ഒരുങ്ങി അവനുള്ള ഫുഡും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇരിക്കണം. അവൻ്റെ പേഴ്സണലായിട്ടുള്ള ഹീറ്റിൽ ഒരു 8ഓളം ഹീറ്റുണ്ട് ഇവരുടെ ഒരു ഇവൻ്റ് തന്നെ. അതിനകത്തിൽ അവൻ്റെ ഓവറോൾ ഒന്നും അവന് വിൻ ചെയ്തിട്ടില്ല. അവൻ്റെ ഹീറ്റിൽ മാത്രമേ ഉള്ളൂ അവന് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള കോമ്പറ്റീഷന് ചെല്ലുമ്പോൾ അറിയാം നമ്മൾ എന്തുമാത്രം ഹാർഡ് വർക്ക് ഇനിയും ചെയ്യണം.